ഹലോ എവരി വൺ. അപ്പോൾ നിങ്ങളെല്ലാവരും JEE മെയിൻ്റെ സെക്കൻഡ് ഫേസിന് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ JEE മെയിൻ്റെ എക്സാമൊക്കെ എഴുതി നല്ല പെർസെൻറ്റേജൊക്കെ കിട്ടി ഒരു ഡ്രീം കോളേജിൽ എത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ എല്ലാവരുടെ ലക്ഷ്യം അല്ലേ? സോ ആ ലക്ഷ്യമുള്ള നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളിന്ന് നോക്കുന്നത്. GFTI എന്താണെന്ന് കേട്ടിട്ടുണ്ടോ? സോ GFTI എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. ആസാം യൂണിവേഴ്സിറ്റി, മിസോറാം യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്, ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ജാർഖണ്ഡ് തുടങ്ങിയ 40ഓളം കോളേജുകളാണ് GFTIയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. സോ ഈ GFTIയിലെ എല്ലാ കോളേജുകളും ഫുള്ളി സെൻട്രൽ ഗവൺമെൻറ് ഫണ്ടഡോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഫണ്ടഡോ ആയ സ്ഥാപനങ്ങളാണ്. സോ ഈ പറഞ്ഞ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ നിങ്ങൾക്ക് BTech, MTech, അതുപോലെ തന്നെ ആർക്കിടെക്ചർ, പ്ലാനിങ് തുടങ്ങിയ കോഴ്സുകൾക്കെല്ലാം അഡ്മിഷൻ ലഭിക്കുന്നതാണ്. ജോസ വഴിയാണ് ഈ സ്ഥാപനങ്ങളൊക്കെ അഡ്മിഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് എൻട്രൻസ് ടെസ്റ്റുകളായ CAT, GATE, JEE മെയിൻ തുടങ്ങിയ എക്സാമുകൾ നിങ്ങൾ മസ്റ്റായിട്ടും എഴുതിയിരിക്കണം. സോ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡ്രീം ബ്രാഞ്ചുകൾ ഉണ്ടായിരിക്കുമല്ലോ. സോ ആ ബ്രാഞ്ചുകളൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന 40 കോളേജുകളിലും ഒരുപക്ഷെ അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങൾ ദയവ് ചെയ്ത് ഈ GFTIയുടെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് അന്വേഷിക്കണം. ഓരോ കോളേജിലും എന്തൊക്കെ ബ്രാഞ്ചുകളാണ് അവൈലബിൾ ആയിട്ടുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. സോ അതുപോലെ തന്നെ നമ്മുടെ JEE മെയിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും ഉഷാറായിട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. അപ്പം നമുക്ക് 15 days ക്രാഷ് കോഴ്സ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങളെല്ലാവരും ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.